നമസ്കാരം. എല്ലാവർക്കും A2L Learning സൊല്യൂഷൻസിലേക്ക് സ്വാഗതം. കഴിഞ്ഞ വീഡിയോ നമ്മൾ ഡിസ്കസ് ചെയ്തത് കാർബോഹൈഡ്രേറ്റിനെയും പ്രോട്ടീനെയും കുറിച്ചുമായിരുന്നു. ഇന്നത്തെ വീഡിയോ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫാറ്റിനെയും മിനറൽസിനെയും കുറിച്ചാണ്. അപ്പോൾ നമുക്ക് നേരിട്ട് വീഡിയോയിലേക്ക് കടക്കാം. നമുക്കറിയാം, നമ്മുടെ ശരീരത്തിൽ വളരെ കുറഞ്ഞ അളവിൽ മാത്രം ആവശ്യമുള്ള ഒരു പോഷക ഘടകമാണ് ഫാറ്റ് അഥവാ കൊഴുപ്പ് എന്നത്. നമ്മൾ കഴിക്കുന്ന പാലുൽപ്പന്നങ്ങൾ, മത്സ്യങ്ങൾ, മാംസം, പലതരം പരിപ്പുകൾ, ഇവയിലെല്ലാം ധാരാളമായിട്ട് കൊഴുപ്പ് അടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ വിവിധ തരം എണ്ണകൾ, നെയ്യ് തുടങ്ങിയവയെല്ലാം ഭക്ഷ്യയോഗ്യമായ വസ്തുക്കളിൽ നിന്ന് വേർതിരിച്ചെടുത്തിട്ടുള്ള കൊഴുപ്പാണ്. നമ്മൾ കഴിക്കുന്ന ഒരു ആഹാര പദാർത്ഥത്തിൽ കൊഴുപ്പ് അടങ്ങിയിട്ടുണ്ടോ ഇല്ലയോ എന്നറിയുന്നതിന് വേണ്ടി ഒരു പേപ്പർ എടുത്തിട്ട് ഈ ആഹാര പദാർത്ഥം ആ പേപ്പറിലൊന്ന് ഉരಸಿ നോക്കുക. ശേഷം ആ പേപ്പർ ഉണങ്ങിയിട്ട് അതിൽ എണ്ണപ്പാട് കാണുന്നുണ്ടെങ്കിൽ അതിനർത്ഥം നമ്മൾ കഴിക്കുന്ന ഈ ആഹാര പദാർത്ഥത്തിൽ കൊഴുപ്പ് അടങ്ങിയിട്ടുണ്ട് എന്നാണ്. കൊഴുപ്പിന്റെ മറ്റൊരു രൂപഭേദമാണ് കൊളസ്ട്രോൾ എന്നത്. നമ്മുടെ ശരീരത്തിൽ നമ്മൾ കഴിക്കുന്ന ആഹാരത്തിൽ നിന്ന് ലഭിക്കുന്നത് കൂടാതെ തന്നെ നമ്മുടെ ശരീരം സ്വയം കൊളസ്ട്രോൾ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. ഈ കൊളസ്ട്രോൾ അധികമായാൽ നമ്മുടെ ശരീരത്തിലെ രക്തക്കുഴലുകളിൽ ഇവ അടിഞ്ഞുകൂടുകയും തന്നിമിത്തം നമുക്ക് ധാരാളം ഹൃദ്രോഗങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ടാകുകയും ചെയ്യുന്നു. ഇതുകൊണ്ടാണ് നമ്മളെല്ലാവരും കഴിക്കുന്ന ആഹാരത്തിൽ കൊഴുപ്പിൻ്റെ അളവ് വളരെ കുറച്ച് കഴിക്കണം എന്ന് പറയുന്നതിൻ്റെ പ്രധാന കാര്യം. അതുപോലെ തന്നെ നമ്മൾ മുമ്പ് വൈറ്റമിൻസിനെ കുറിച്ച് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് എന്നല്ലേ? അതെ, നമ്മൾ പറഞ്ഞാൽ നമുക്ക് പ്രധാനമായി വേണ്ട 5 പോഷകഘടകങ്ങളിലൊന്നാണ് ഈ വൈറ്റമിൻസ് എന്ന് പറയുന്നത്. കണ്ടിട്ടില്ലാത്തവർക്ക് വേണ്ടി ആ ഒരു വീഡിയോ നമ്മൾ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ പിൻ ചെയ്യുന്നതാണ്. നമ്മൾ പറഞ്ഞിരുന്നു ഈ വൈറ്റമിൻസിൻ്റെ വീഡിയോ ഡിസ്കസ് ചെയ്തപ്പോഴത്തേനും ചില വൈറ്റമിൻസ് നമുക്ക് കൊഴുപ്പിൽ മാത്രമേ ലയിക്കുകയുള്ളൂ. അത്തരത്തിലുള്ള വൈറ്റമിൻസ് നമ്മുടെ ശരീരത്തിൽ ലഭിക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിൽ ആവശ്യമായ കൊഴുപ്പ് ലഭിക്കണം. അതുകൊണ്ട് തന്നെ കൊഴുപ്പ് നമ്മുടെ ആഹാരത്തിൽ ഉൾപ്പെടുത്തേണ്ടതും വളരെ അത്യാവശ്യമാണ്. നമ്മുടെ ശരീരത്തിൽ വളരെ കുറഞ്ഞ അളവിൽ ആവശ്യമുള്ള മറ്റ് 2 ഘടകങ്ങളാണ് വൈറ്റമിൻസും മിനറൽസും അഥവാ ജീവകങ്ങളും ധാതുലവണങ്ങളും. ഇവ നമ്മുടെ ശരീരത്തിൻ്റെ സുഗമമായ പ്രവർത്തനത്തിനും ശരിയായ വളർച്ചയ്ക്കും വളരെ അത്യാവശ്യമായ ഒന്നാണ്. പച്ചക്കറികൾ, പഴങ്ങൾ, ഇലക്കറികൾ തുടങ്ങിയവയെല്ലാം ഈ ധാതുലവണങ്ങളുടെയും ജീവകങ്ങളുടെയും കലവറയാണ്. നമുക്കറിയാം, നമ്മൾ ഈ പച്ചക്കറികളും പഴങ്ങളും ഒക്കെ തുറന്നു വെച്ച് വേവിക്കുമ്പോൾ അതിലുള്ള വൈറ്റമിൻ സി നീരാവിയിൽ ലയിക്കുകയും അത് ആവിയായി പുറത്തേക്ക് പോകാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ്. ഇത് തടയുന്നതിന് വേണ്ടിയാണ് നമ്മളോട് ആഹാരം പാകം ചെയ്യുമ്പോൾ അത് അടച്ചു വെച്ച് പാകം ചെയ്യണം എന്ന് പറയുന്നത്. ഇനി നമ്മുടെ ശരീരത്തിന് വേണ്ട പ്രധാനപ്പെട്ട 5 മിനറൽസിനെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അവയാണ് അയൺ, സോഡിയം, പൊട്ടാസ്യം, കാൽസ്യം, അയഡിൻ തുടങ്ങിയവ. ഇനി ഇവ ഓരോന്നിനെ കുറിച്ച് നമുക്ക് ചെറുതായിട്ടൊന്ന് ഡിസ്കസ് ചെയ്യാം. ആദ്യം അയൺ. നമ്മുടെ രക്തത്തിലെ ഹീമോഗ്ലോബിൻ്റെ ഉൽപ്പാദനത്തിനും രക്തത്തിലെ ഓക്സിജന്റെ സംവഹനത്തിനും വളരെ ആവശ്യമായ ഒരു ഘടകമാണ് അയൺ എന്ന് പറയുന്നത്. ശർക്കര, കരൾ, ഇലക്കറികൾ തുടങ്ങിയവയിൽ നിന്ന് ധാരാളം അയൺ കണ്ടന്റുകൾ കാണപ്പെടുന്നു. അടുത്തതാണ് സോഡിയം. നമ്മുടെ ശരീരത്തിൽ ആവശ്യമായ ജലം നിലനിർത്തുന്നതിന് സഹായിക്കുന്ന ഒരു മിനറലാണ് സോഡിയം. കറിയുപ്പിലാണ് ധാരാളമായി സോഡിയം കാണപ്പെടുന്നത്. അയഡിൻ. നമ്മുടെ ശരീരത്തിലെ തൈറോയ്ഡ് ഗ്രന്ഥിയുടെ സുഗമമായ പ്രവർത്തനത്തിനും അതുപോലെ തന്നെ നമ്മുടെ ശാരീരികവും മാനസികവുമായ വളർച്ചയ്ക്കും വളരെ അത്യാവശ്യമായ ഒന്നാണ് അയഡിൻ എന്ന് പറയുന്ന ഈ ഒരു മിനറൽ. കറിയുപ്പിലും അതായത് അയഡിൻ ചേർത്തിട്ടുള്ള കറിയുപ്പുകൾ, അവയിലും മത്സ്യവിഭവങ്ങളിലും കടൽ വിഭവങ്ങളിലും അതുപോലെ തന്നെ കടൽ മത്സ്യങ്ങളുടെ തലയിലുമാണ് ഈ അയഡിൻ കണ്ടന്റ് കൂടുതലായിട്ട് കാണപ്പെടാറുള്ളത്. അടുത്തത് കാൽസ്യവും പൊട്ടാസ്യം. നമ്മുടെ ശരീരത്തിലെ എല്ലുകളുടെയും പല്ലുകളുടെയും വളർച്ചയ്ക്കും നാഡികളുടെയും പേശികളുടെയും സുഗമമായ പ്രവർത്തനങ്ങൾക്കും വളരെ അത്യാവശ്യമായ മിനറൽസാണ് കാൽസ്യവും പൊട്ടാസ്യവും. ഏത്തപ്പഴം, മുട്ട, പാലുൽപ്പന്നങ്ങൾ, ഇലക്കറികൾ, ചേമ്പില തുടങ്ങിയവയിലെല്ലാം ധാരാളമായും കാൽസ്യവും പൊട്ടാസ്യവും കാണപ്പെടുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഡിസ്കസ് ചെയ്തിരിക്കുന്നത് മിനറൽസിനെ കുറിച്ചും ഫാറ്റിനെ കുറിച്ചുമാണ്. ഇതോടുകൂടി പോഷക ഘടകങ്ങൾ എന്ന ഒരു സെക്ഷൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. നമുക്ക് വീണ്ടും പുതിയൊരു ക്ലാസ്സിൽ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.